Hi everyone. ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 9 മെഷേഴ്സ് ഓഫ് വേരിയേഷൻ ആൻഡ് സ്ക്യൂനെസ് റിസർച്ച് മെത്തഡോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിലെ യൂണിറ്റ് 9 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ? ഡിസ്പേർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ മെഷർമെൻറ്റ് ഓഫ് സ്കാറ്റർനെസ് ഓഫ് ദി മാസ് ഓഫ് ദ ഫിഗേഴ്സ് ഇൻ എ സീരീസ് അബൌട്ട് ആൻ ആവറേജ്. ഒരു ആവറേജിൻ്റെ ചുറ്റും കുറേ ഫിഗേഴ്സ് എത്ര സ്കാറ്റർ ചെയ്ത് ചിന്നി കിടക്കുന്നുണ്ട് അത് മെഷർ ചെയ്യാനുള്ള ടൂളാണ് എന്ത് പറയുന്നത്, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു സ്റ്റഡി ഇൻ ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദ ഐറ്റംസ് വാരി ഫ്രം വൺ അനദർ ഫ്രം ദി സെൻട്രൽ വാല്യൂ. സെൻട്രൽ വാല്യൂവിൽ നിന്ന് ഓരോ ഐറ്റവും എത്ര അകലത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഞ്ച്, വാരിയൻസ്, ക്വാർട്ടൈൽസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് മീൻ ഡീവിയേഷൻ. ഇതാണ് പ്രധാനപ്പെട്ടിട്ടുള്ള മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദ ഓബ്ജക്റ്റീവ്സ് ഓഫ് മെഷറിങ് വേരിയേഷൻ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വേരിയേഷൻ ഇതാക്കുന്നത് എന്നുള്ളതാണ്. ടു ഗേജ് ദ റിലയബിലിറ്റി ഓഫ് ആൻ ഏവറേജ്. ഒരു ആവറേജിൻ്റെ റിലയബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ. ടു സെർവ്സ് ആസ് എ ബേസിസ് ഫോർ ദി കൺട്രോൾ ഓഫ് വേരിയബിലിറ്റി. ഈ ഡാറ്റ സെൻട്രൽ വാല്യൂവിൽ നിന്ന് ഒത്തിരി അകലെയാണ്, എല്ലാം തമ്മിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ വേരിയബിലിറ്റി കൂടുതലാണെന്നാണ്. അപ്പോൾ ആ വേരിയബിലിറ്റി കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബേസായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ആൻഡ് ടു കമ്പയർ ടു ഓർ മോർ സീരീസ് വിത്ത് റിഗാർഡ് ടു ദ വേരിയബിലിറ്റി. എത്ര വേരിയബിലിറ്റി ഉണ്ട് എന്നതിൻ്റെ ബേസിൽ നമുക്ക് രണ്ടോ മൂന്നോ ഡാറ്റ സീരീസിനെ ഇതേപോലെ കമ്പയർ ചെയ്യാവുന്നതാണ്. ടു ഫെസിലിറ്റേറ്റ് ദ യൂസ് ഓഫ് അതർ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ്. മറ്റു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് മെഷർ ഓഫ് വേരിയേഷൻ. ഒരു നല്ല മെഷർ ഓഫ് വേരിയേഷന് വേണ്ട ഗുണങ്ങളാണ്. ഒന്ന്, സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്, പെട്ടെന്ന് മനസ്സിലാക്കുന്നതായിരിക്കണം. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കണം. അതിൻ്റെ ഫോർമുല റിജിഡ്ലി ഡിഫൈൻ ആയിരിക്കണം. ഒരു ഡിസ്ട്രിബ്യൂഷനിൽ ഈച്ച് ആൻഡ് എവറി ഐറ്റം ഇൻക്ലൂഡഡ് ആയിരിക്കണം. ഫർദർ ആൾജിബ്രിക് ട്രീറ്റ്മെൻറ്റിന് നമുക്ക് കഴിയുന്നതായിരിക്കണം. അതിന് സാമ്പിളിംഗ് സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം. ആ പോപ്പുലേഷനിൽ നിന്ന് ഏതൊരു സാമ്പിൾ ഗ്രൂപ്പ് എടുത്താലും കിട്ടുന്ന റിസൾട്ട് ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കണം. ആൻഡ് ഷുഡ് നോട്ട് അൺഡ്യൂലി അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. എക്സ്ട്രീം വാല്യൂസിനാൽ അഫക്റ്റ് ചെയ്യപ്പെടരുത്. ദെൻ മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയിങ് വേരിയേഷൻ. വേരിയേഷൻ സ്റ്റഡി ചെയ്യാൻ നമുക്ക് പ്രധാനമായിട്ടും 4 മെത്തേഡാണുള്ളത്. റേഞ്ച് ഉണ്ട്, ഇൻ്റർക്വാർട്ടൈൽ റേഞ്ച് ഉണ്ട്, ഓർ ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ അല്ലെങ്കിൽ ആവറേജ് ഡീവിയേഷൻ എന്ന് പറയും. ദെൻ അടുത്തത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ആദ്യം പറയാനുള്ളത് റേഞ്ചാണ്. ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് മെത്തേഡ് ഓഫ് മെഷറിങ് ഡിസ്പേർഷൻ ആൻഡ് ഇറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്മോളസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് വാല്യൂ ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ. ഒരു ഡിസ്ട്രിബ്യൂഷനിലെ സ്മോളസ്റ്റ് വാല്യൂ ലാർജസ്റ്റ് വാല്യൂയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത് പറയുന്നത്, റേഞ്ച് എന്ന് പറയുന്നത്. റേഞ്ച് ഈസ് ഈക്വൽ ടു എൽ മൈനസ് എസ്. റേഞ്ച് ഈസ് ഈക്വൽ ടു എൽ മൈനസ് എസ്. എൽ എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് വാല്യൂ ആണ്. എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്മോളസ്റ്റ് വാല്യൂ ആണ്. So where L is equal to largest value, S is equal to smallest value. The relative measure, ഇതിന് ഓരോന്നിൻ്റെയും ഒരു റിലേറ്റീവ് മെഷർ ഉണ്ടായിരിക്കും. നമ്മൾ ഈ പഠിക്കുന്ന ഓരോ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനും. റേഞ്ചിൻ്റെ റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷനെ പറയുന്ന പേരാണ് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്. കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് കണ്ടെത്താനുള്ള ഫോർമുല, കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ഈസ് ഈക്വൽ ടു എൽ മൈനസ് എസ് ഡിവൈഡഡ് ബൈ എൽ പ്ലസ് എസ്. എൽ മൈനസ് എസ് ഡിവൈഡഡ് ബൈ എൽ പ്ലസ് എസ്. ലാർജ് ഐറ്റത്തിൽ നിന്ന് സ്മോൾ ഐറ്റം ലെസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ ലാർജ് ഐറ്റം പ്ലസ് സ്മോൾ ഐറ്റം. ദെൻ മെറിറ്റ്സ് ഓഫ് റേഞ്ച്. റേഞ്ചിൻ്റെ മെറിറ്റ്സ് എന്താണ്? ഒന്ന് സിമ്പിളാണ്, നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, അത് കാൽക്കുലേറ്റ് ചെയ്യാനും ഈസിയാണ്. ദെൻ സോ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. സിമ്പിൾ ടു നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് കൊടുക്കാം ഒരു പോയിൻ്റായിട്ട്. ആൻഡ് ഇറ്റ് ഈസ് ഈസി ടു കാൽക്കുലേറ്റ്. ഇറ്റ് ഈസ് ഈസി ടു കാൽക്കുലേറ്റ്. ഇറ്റ് ഈസ്
easy to calculate, and it takes a minimum time to calculate the value of കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് range calculate ചെയ്യാൻ പറ്റും. Then it can be calculated from extreme values only. Extreme values എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ട്രിബ്യൂഷനിലെ ഏറ്റവും highest value and lowest value അല്ലേ, അതാണ് നമ്മൾ എന്ത് പറയുന്നത് എക്സ്ട്രീം വാല്യൂസ് എന്ന് പറയുന്നത്. അതിവിടെ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ദെൻ വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ ദ ഒബ്സർവേഷൻ ആർ നോട്ട് യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടിംഗ് റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ഒബ്സർവേഷൻസും എന്ത് ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്നില്ല. സ്മോളസ്റ്റ് വാല്യൂ ഉപയോഗിക്കുന്നുണ്ട്, ലാർജസ്റ്റ് വാല്യൂ ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് മോർ അഫക്റ്റഡ് ബൈ സാമ്പിളിങ്ങിനാൽ കൂടുതലായി അഫക്റ്റ് ചെയ്യുന്നു. അതിന് ആൾജിബ്രിക് ട്രീറ്റ്മെൻറ്റ്, ഫർദർ ആൾജിബ്രിക് ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എല്ലാ തരത്തിലുള്ള വാല്യൂസും അതിൽ ഉൾപ്പെടുന്നില്ല. പിന്നെ അതിന് അത്രയും നല്ലൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള റിജിഡ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഫോർമുല ഇല്ല എന്നുള്ള കാരണം കൊണ്ട്. ആൻഡ് ഇറ്റ് കനോട്ട് ബി ഒബ്റ്റെയിൻഡ് ഫോർ ഓപ്പൺ എൻഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഓപ്പൺ എൻഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന് യൂസ് ചെയ്യാനും പറ്റത്തില്ല. ദെൻ നെക്സ്റ്റ് ക്വാർട്ടൈൽ ഡീവിയേഷൻ അല്ലെങ്കിൽ ഇന്റർക്വാർട്ടൈൽ റേഞ്ച്. It's also known as the semi-interquartile range. It's calculated by taking the average of the difference between the third quartile and first quartile. Third quartile ഉം first quartile ഉം തമ്മിലുള്ള ഡിഫറൻസ്. സോ ഒരു ഡിസ്ട്രിബ്യൂഷനെ രണ്ടായിട്ടാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഡിവൈഡ് ചെയ്യുന്നത്. സോ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു Q3 മൈനസ് Q1 ഡിവൈഡ് ബൈ 2, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കുന്നു. ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ Q3 പ്ലസ് Q1. ഇത് നമുക്ക് ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ ആകുമ്പോൾ അതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ മീഡിയനൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. കഴിഞ്ഞ വീഡിയോയിൽ മീഡിയനൊക്കെ കാണുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് നിങ്ങൾ അവിടെ n/2 എന്ന് പറയുന്നതിന് പകരം ക്വാർട്ടൈൽസ് 4 ഭാഗങ്ങളാക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ. ക്വാർട്ടൈൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ഭാഗങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ആ 4 അവിടെ ഞാൻ എന്തോ ഒന്ന് മാറി പറഞ്ഞിട്ടുണ്ട്. 4 ഭാഗങ്ങളാക്കി മാറ്റുമ്പോൾ മൊത്തം 4 ഭാഗമല്ലേ. അതിൽ ആദ്യം നമ്മൾ Q1 ക്ലാസ് കാണണം n/4th ഐറ്റം. അവിടെ മീഡിയനിൽ n/2th ഐറ്റം എന്ന് എഴുതുന്നതിന് പകരം n/4th. n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീക്വൻസി ടോട്ടലാണ് n എന്ന് പറയാം. ദെൻ Q1ൻ്റെ വാല്യൂ L1 പ്ലസ് n/4 മൈനസ് F0 ബൈ F1 ഇൻറ്റു I. ഇത് മീഡിയൻ്റെ സെയിം ഫോർമുല തന്നെയാണ്. പക്ഷേ n/2 എന്നുള്ളിടത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, n/4 എടുക്കുക. ഇനി Q3ൻ്റെ വാല്യൂ കാണാൻ, ഇനി Q3 ക്ലാസ് കാണാൻ സൈസ് ഓഫ് 3 n/4th ഐറ്റം, സൈസ് ഓഫ് 3 n/4th ഐറ്റം. Q3 വാല്യൂ L1 പ്ലസ് 3 n, ഇവിടെയൊക്കെ 3 വരും. 3 n/4 മൈനസ് CF0 ബൈ F1 ഇൻറ്റു I. CF0 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു Q1 ക്ലാസ് കിട്ടും. Q1 ക്ലാസ്സിൻ്റെ നേരെയുള്ളത് CF1, അതിൻ്റെ തൊട്ട് മുകളിലുള്ള CF0. F1 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏത് ക്ലാസ് ആണോ Q1 ക്ലാസ് ആയി കിട്ടുന്നത് അതിൻ്റെ ഫ്രീക്വൻസി എന്ത് പറയുന്നു, F1. I എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇൻ്റർവെല്ലിനെയാണ് എന്ത് പറയുന്നത്, I എന്ന് പറയുന്നത്. ആ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റിനെ L1 എന്ന് പറയുന്നു. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം, സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. മാത്തമാറ്റിക്കലായോ വലിയ ഡിഫിക്കൽട്ടീസ് ഒന്നുമില്ല. റിജിഡ്ലി ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫോർമുല ഉണ്ട്. ദെൻ നോക്കുകയാണെങ്കിൽ കമ്പയർ ടു റേഞ്ചുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസ്പെർഷൻ മെത്തേഡാണ് എന്ത് പറയുന്നത്, ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡീമെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് ഫോർ ദ ആൾജിബ്രിക് ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യാറില്ല. ദെൻ സാമ്പിളിംഗ് ഫ്ലക്ച്വേഷനാൽ അഫക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു ഡിസ്ട്രിബ്യൂഷനിലെ എല്ലാ ഐറ്റവും ബേസ് ചെയ്തിട്ടല്ല ക്വാർട്ടൈൽ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഈ കോമൺ മാന് ഓർഡിനറി പീപ്പിളിനൊക്കെ ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ദെൻ മീൻ ഡീവിയേഷൻ അല്ലെങ്കിൽ ആവറേജ് ഡീവിയേഷൻ. ആവറേജ് ഡീവിയേഷനെ നമ്മൾ മീൻ ഡീവിയേഷൻ എന്ന് പറയും. ഇറ്റ് ഈസ് ദ ആവറേജ് ഡിഫറൻസ് ബിറ്റ്വീൻ ഐറ്റംസ് ഇൻ എ ഡിസ്ട്രിബ്യൂഷൻ, മീഡിയൻ ഓർ മീൻ ഓഫ് ദാറ്റ് സീരീസ്. ഒരു ഡിസ്ട്രിബ്യൂഷനിലെ മീനോ മീഡിയനോ എക്സ് ബാർ അല്ലെങ്കിൽ മീഡിയൻ അത് കണ്ടിട്ട് ആ ഡിസ്ട്രിബ്യൂഷനിലെ ഓരോ ഐറ്റവും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കും അല്ലേ. അതിൻ്റെ ആവറേജ് ഡിഫറൻസ് ആണ് എന്ത് പറയുന്നത്, ആവറേജ് ഡീവിയേഷൻ അല്ലെങ്കിൽ മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു ഫോർമുല സിഗ്മ മോഡുലസ് ഡി.
ഇതിനെന്താ പറയുക, മോഡുലസ് ഡി എന്നാണ് വായിക്കുക. ബൈ എൻ. മോഡുലസ് ഡി എന്ന് പറഞ്ഞാൽ ഡീവിയേഷൻ ഫ്രം മീൻ അല്ലെങ്കിൽ മീഡിയൻ ആണ് അല്ലേ. ദെൻ മോഡുലസ് ഡി കാൽക്കുലേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. ദെൻ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ സിഗ്മ എഫ് മോഡുലസ് ഡി ഡിവൈഡഡ് ബൈ എൻ എന്ന് കൊടുക്കും. ദെൻ അപ്പോൾ മീഡിയൻ കാണുക അല്ലെങ്കിൽ മീൻ കാണുക, അതിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ എക്സ് ഐറ്റത്തെയും കുറയ്ക്കുക. കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നിങ്ങൾ എം വാല്യൂ കാണണം. എം വാല്യൂ എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റ് കാണുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ് ബാറോ അല്ലെങ്കിൽ മീഡിയനോ കണ്ടിട്ട് ഇതുപോലെ മോഡുലസ് ഡി കാണുക. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് മീൻ ഡീവിയേഷൻ. മീൻ ഡീവിയേഷൻ്റെ അഡ്വാൻറ്റേജസ് ആണ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻ. എല്ലാ ഒബ്സർവേഷനും ബേസ് ചെയ്തിട്ടാണ്. വളരെ സിമ്പിളാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ദെൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ അടുത്തത് പറഞ്ഞിട്ടുള്ളത്, ഇറ്റ് ഈസ് ഷോൺ ദ ഡിസ്പെർഷൻ ഓർ സ്കാറ്റർ ഓഫ് ദി വാരിയസ് ഐറ്റംസ് ഓഫ് എ സീരീസ് ഫ്രം ഇറ്റ്സ് സെൻട്രൽ വാല്യൂ. ആ സെൻട്രൽ വാല്യൂവിൽ നിന്ന് എത്ര അകന്നിട്ടാണ് ഓരോ വാല്യൂസും എന്നൊക്കെ നമുക്ക് കാണിച്ച് തരുന്നുണ്ട്, സ്കാറ്റർ ചെയ്താണ് ഇരിക്കുന്നത് എന്നുള്ളത്. പിന്നെ ഇറ്റ് ഈസ് നോട്ട് വെരി മച്ച് എഫക്റ്റഡ് ബൈ ദി വാല്യൂസ് ഓഫ് എക്സ്ട്രീം വാല്യൂസ്. ഈ ഒരു ഡിസ്ട്രിബ്യൂഷനിലുള്ള എക്സ്ട്രീം വാല്യൂസിനാൽ ഇത് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യപ്പെടുന്നില്ല. നമുക്ക് ഡിഫറെൻറ്റ് ഐറ്റംസ് ഓഫ് സീരീസിനെ ഇത് വെച്ച് കമ്പയർ ചെയ്യാവുന്നത് ആവുന്നു. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. നോട്ട് റിജിഡ്ലി ഡിഫൈൻഡ്, ഇറ്റ് ഈസ് നോട്ട് എ റിജിഡ്ലി ഡിഫൈൻഡ് ഫോർമുല. ഒന്ന് റിജിഡ്ലി ഡിഫൈൻഡ് ആയിട്ടുള്ള ഫോർമുല ഇല്ല എന്നുള്ളതാണ്. ഈ മോഡുലസ് ഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അതായത് എക്സ് മൈനസ് എക്സ് ബാർ അല്ലെങ്കിൽ എക്സ് മൈനസ് മീഡിയൻ, അവിടെ നമ്മൾ ഈ പ്ലസ് അല്ലെങ്കിൽ നെഗറ്റീവ് സൈൻ എടുക്കുന്നില്ല. അതായത് ഒരു സംഖ്യയിൽ നിന്ന് മറ്റൊരു സംഖ്യ കുറയ്ക്കുമ്പോൾ ഐദർ വി വിൽ ഗെറ്റ് എ പോസിറ്റീവ് സിമ്പിൾ ഓർ നെഗറ്റീവ് സൈൻ അല്ലേ, അത് നമ്മൾ ഇഗ്നോർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു ഡീമെറിറ്റ്സ് ആണ്. സോ ഫർദർ ആൾജിബ്രിക് ട്രീറ്റ്മെൻറ്റ് പറ്റില്ല എന്നുള്ളതും. ദെൻ സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻ, അത് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് കാൾ പിയേഴ്സൺ ആണ്. 1893 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. It is the root mean square deviation for the reason that it is the square root of the means of the square deviation from arithmetic mean. ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മതി. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ means the squared deviation from the arithmetic mean. ഒരു ഡീവിയേഷൻ എടുക്കുന്നു, ആ ഡീവിയേഷൻ്റെ സ്ക്വയർ എടുത്തിട്ട് അരിത്തമെറ്റിക് മീനിന്ന് എടുക്കുന്ന എക്സ് മൈനസ് എക്സ് ബാർ അതിൻ്റെ സ്ക്വയേർഡ് ഡീവിയേഷനാണ് എന്ത് പറയുന്നത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഒരു എന്താ പറയുക, ഗ്രീക്ക് ലെറ്റർ നാ പോലത്തെ, ഹിന്ദിയിലെ നാൻ്റെ ഹാഫ് അല്ലേ, അതിന് നമ്മൾ എന്താ പറയുക, സിഗ്മ എന്നാണ് വായിക്കുക, സ്മോൾ സിഗ്മ. അതാണ് നമ്മൾ എന്തിനെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ റൂട്ട്, ഞാനത് പറയാൻ മറന്നു. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഓൾസോ നോൺ ആസ് റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ ഫ്രം അരിത്തമെറ്റിക് മീൻ. അത്ര മതി. ദെൻ അടുത്തത് സ്മോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ ഹൈ ഡിഗ്രി ഓഫ് യൂണിഫോമിറ്റി ആണ്. അതായത് ഓരോ ഐറ്റം തമ്മിൽ നല്ല യൂണിഫോമിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ വാല്യൂ എന്തായിട്ട് കിട്ടുകയുള്ളൂ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ. അതേപോലെ ആ ഡാറ്റയിൽ ഹോമോജീനിറ്റി ഉണ്ട്, ആ സീരീസിന് ഹോമോജീനിറ്റി ഉണ്ടെന്നാണ്. എന്നാൽ ലാർജ് ഡീവിയേഷൻ വരികയാണെങ്കിൽ നേരെ ഭയങ്കര വേരിയബിലിറ്റി വരുമ്പോഴാണ് വലിയൊരു വാല്യൂ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിട്ട് കിട്ടുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഒരു ഫോർമുല വരുന്നത് √((fx²/n) ആണ്. ഈ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ എക്സിൽ നിന്ന് എക്സ് ബാർ കുറച്ചാണ്.
ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള എക്സ് വേരിയബിളിൻ്റെ കോളം അതിൻ്റെ ഇതിൽ ആദ്യം നമ്മൾ എക്സ് ബാർ കണ്ടിരിക്കുക. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് മീൻ കാണുക. അരിത്തമെറ്റിക് മീൻ എന്ത് ചെയ്യുക, ഓരോ എക്സ് ഐറ്റത്തിൽ നിന്ന് കുറയ്ക്കുക. അപ്പോൾ കിട്ടുന്നതാണ് സ്മോൾ എക്സ് എന്ന് പറയുന്നത്. ആ സ്മോൾ എക്സിനെ സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്തിട്ട് എഫ് കൊണ്ട് ഗുണിക്കുക, ഫ്രീക്വൻസി കോളം കൊണ്ട്. അപ്പോൾ എഫ് എക്സ് സ്ക്വയർ കിട്ടും. അതിൻ്റെ ടോട്ടൽ സിഗ്മ എഫ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിൻ്റെ ടോട്ടൽ. അതിൻ്റെ റൂട്ട് കണ്ടാൽ എന്തായി, സ്റ്റാൻഡേർഡ് ഡീവിയേഷനായി. ഇനി കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ ഡി എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ ഡി എക്സ് ബൈ എൻ ഓൾ സ്ക്വയർ ആണ്. ഹിയർ നമ്മൾ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എ എന്നാണ്. അതായത് നിങ്ങൾക്ക് തന്നിട്ടുള്ള എക്സ് കോളം, ഇവിടെ എക്സ് കോളം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. സോ എക്സ് കോളം എന്ന് പറഞ്ഞാൽ ക്ലാസ് ഫോമിലായിരിക്കും. അപ്പോൾ ആദ്യം നിങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മിഡ് വാല്യൂ കാര്യങ്ങളൊക്കെ കാണുക. അതിൽ നിന്നും ഒരു സംഖ്യയെ എ ആയിട്ട് സങ്കല്പിക്കുക, അസ്യൂംഡ് ആയിട്ട് സങ്കല്പിക്കുക. ഓരോ അസ്യൂംഡ് ആയിട്ട് സങ്കല്പിച്ചിട്ട് ഒരു സംഖ്യ അസ്യൂംഡ് ആക്കിയിട്ട് ഓരോ എം വാല്യൂ മിഡ് പോയിന്റ് വാല്യൂവിൽ നിന്ന് കുറയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡി എക്സ് കിട്ടും. ആ ഡി എക്സ് കിട്ടിയ ആ കോളത്തിനെ ടോട്ടൽ ചെയ്താൽ സിഗ്മ ഡി എക്സ് കിട്ടും. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിഗ്മ ഡി എക്സിനെ സ്ക്വയർ ചെയ്യുക. അപ്പോൾ സിഗ്മ ഡി എക്സ് സ്ക്വയറും കിട്ടും. എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീക്വൻസി ടോട്ടലാണ്. ഇനി എഫ് ഒക്കെ വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. അടുത്തതിൻ്റെ റിലേറ്റീവ് മെഷേഴ്സും അതേപോലെ അബ്സല്യൂട്ട് മെഷറാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ റിലേറ്റീവ് മെഷേഴ്സ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ആണ് അല്ലേ. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഈസ് ദ റേഷ്യോ ഓഫ് ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ടു ദ മീൻ ആണ്. അപ്പോൾ അത് പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കൂടുതൽ ആണെങ്കിൽ ഡിസ്പെർഷൻ കൂടുതലായിരിക്കും. ഗ്രേറ്റർ ദ ലെവൽ ഓഫ് ഡിസ്പെർഷൻ അറൗണ്ട് ദ മീൻ. എന്നാൽ അതേപോലെ അത് നേരെ തിരിച്ച് കുറവാണെങ്കിൽ ഡിസ്പെർഷൻ കുറവായിരിക്കും. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കാണാൻ സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ എക്സ് ബാർ അരിത്തമെറ്റിക് മീൻ ഇൻറ്റു 100 ചെയ്താൽ മതി. ദെൻ വാട്ട് ആർ ദ യൂസസ് ഓർ ആപ്ലിക്കേഷൻ ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. വേരിയേഷൻ കണ്ടുപിടിക്കുന്നതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിക്കുന്നതിൻ്റെ യൂസസ് ആണ്. ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രീസിന് ഒരു ഇൻവെസ്റ്റർക്ക് ഏത് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അതിൻ്റെ റിസ്ക് എത്രത്തോളം ഉണ്ട്, അതിൽ നിന്നുള്ള റിട്ടേൺ എത്രയുണ്ട്, അതൊക്കെ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് ഒരു സഹായം ചെയ്തു കൊടുക്കുന്നതാണ് എന്ത്, ഈ പറഞ്ഞിട്ടുള്ള ഈ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. ദെൻ അടുത്തെന്ന് പറഞ്ഞിട്ട് ഡാറ്റയുടെ കൺസിസ്റ്റൻസി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനാണ് ഡാറ്റ ആണെങ്കിൽ അതിൻ്റെ സി വി പൊതുവെ എന്തായിരിക്കും, കുറവായിരിക്കും. അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കുറവായിരിക്കും. ഇൻ കേസ് അതിൻ്റെ കൺസിസ്റ്റൻസി കൂടുതൽ കുറവാണെന്ന് നിൽക്കുക, കൺസിസ്റ്റൻസി ഒരു സ്മോൾ കോഎഫിഷ്യൻ്റ് ഓഫ് കോഎഫിഷ്യൻ്റ് ആയിരിക്കും. ഈ നല്ല കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ സ്മോൾ സി വി വാല്യൂ കിട്ടുക. എന്നാൽ നന്നായിട്ട് വേരിയേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സി വി വാല്യൂ എന്ത് ചെയ്യും, കൂടും എന്നുള്ളതാണ്. അടുത്തത് പറയാനുള്ളത് സ്ക്യൂനെസ് ആണ്. സ്ക്യൂനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക്കൽ ആണോ അസിമെട്രിക്കൽ ആണോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറിനെയാണ് എന്ത് പറയുന്നത്, സ്ക്യൂനെസ് എന്ന് പറയുന്നത്. രണ്ട് ഡെഫിനിഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ക്രോക്സ്റ്റൺ ആൻഡ് കൗഡൻ്റെ ഒരു ഡെഫിനിഷൻ. എ സീരീസ് ഈസ് നോട്ട് സിമെട്രിക്കൽ, ഇറ്റ് ഈസ് സെറ്റ് ടു ബി അസിമെട്രിക്കൽ ഓർ സ്ക്യൂഡ്. ഒരു സീരീസ് സിമെട്രിക്കൽ അല്ല, ഈക്വൽ അല്ല എങ്കിൽ, രണ്ട് ഭാഗവും തുല്യമല്ല എങ്കിൽ അതിനെ എന്ത് പറയാം, അസിമെട്രിക്കൽ ആണ് അല്ലെങ്കിൽ സ്ക്യൂഡ് ആണെന്ന് പറയാം. ഇറ്റ് ഈസ് റെഫേഴ്സ് ടു ദ ലാക്ക് ഓഫ് സിമെട്രി ഓർ അസിമെട്രി ഇൻ ദ ഷേപ്പ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ ഷേപ്പിൽ സിമെട്രി ഇല്ലെങ്കിൽ അതാണ് സ്ക്യൂനെസ് എന്ന് പറയുന്നത്. നമുക്കൊരു സ്ക്യൂനെസ്സിനെ ഗ്രാഫിക്കലായിട്ട് പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിമെട്രി ഉള്ള സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനെ പ്രസൻറ്റ് ചെയ്യാം, പോസിറ്റീവ് സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും, നെഗറ്റീവ് സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഹിയർ ദിസ് ഈസ് സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. നോക്കൂ, ഇവിടെ ഈ രണ്ട് ഭാഗം ഒരു ഡിസ്ട്രിബ്യൂഷൻ വരച്ചു, അതിൻ്റെ സെൻട്രൽ കണ്ട് ഡിവൈഡ് ചെയ്തിട്ടു. അപ്പോൾ അപ്പുറവും ഇപ്പുറം നോക്കിയിട്ടുണ്ടെങ്കിൽ രണ്ട് ഭാഗവും എന്താണ്, തുല്യമാണ്. അങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷന് സിമെട്രിക്കൽ എന്ന് പറയും. അതിൽ മീന്, മീഡിയൻ, മോഡ് ഒക്കെ ഒരു ലൈനിലായിരിക്കും വരുന്നത്. ഇനി പോസിറ്റീവ് സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങോട്ട് വലത് ഭാഗത്തോട്ട് കൂടുതൽ ചായ്വ് വന്നിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് സ്ക്യൂഡ് എന്ന് പറയും. അവിടെ മീഡിയൻ വലുത്, പിന്നെ അതിനനുസരിച്ച്
ബാക്കിയുള്ള വാല്യൂസും കാര്യങ്ങളൊക്കെ. നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് കൂടുതലായിട്ട് ഒരു ഇൻക്ലിനേഷൻ ഉണ്ടെങ്കിൽ അതിലെന്തായിരിക്കും, നെഗറ്റീവ് സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും, അവിടെ മീഡിയൻ ആയിരിക്കും വലുത്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ മീഡിയൻ വാല്യൂ ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക. എന്നാൽ സിമ്മട്രിക്കൽ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും ഉണ്ടായിരിക്കുക, ഇതെല്ലാം ഈക്വൽ ആയിരിക്കും. ദെൻ അപ്പോൾ എന്താണ് പോസിറ്റീവ് സിമ്മട്രി എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗം ഈക്വൽ ആണ്, ബോത്ത് സൈഡ്സ് ഓഫ് ദി മിഡിൽ പോയിന്റ് ഓഫ് ആർ ദി സെയിം അല്ലേ. ഒരു ഫ്രീക്വൻസി പോളിഗണിൻ്റെ മിഡിൽ പോയിന്റ് വെച്ചിട്ട് നമ്മൾ രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ രണ്ട് സൈഡ് സെയിം ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സിമ്മട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. പോസിറ്റീവിൽ സ്ക്യൂഡ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡിലോട്ട് കൂടുതലായിട്ട് ഒരു ഇതുണ്ടാവുക, റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് ഇൻക്ലിനേഷൻ ഉണ്ടാവുക. ദെൻ നെഗറ്റീവ് ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ടായിരിക്കും കൂടുതലായിട്ട് ചായ്വ് വരുന്നത് എന്നുള്ളതാണ്. ദെൻ അടുത്തത് ഇതിൽ പിന്നെ പറയുന്നത് റിലേറ്റീവ് അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ആണ്. ഇതിൽ നമ്മൾ എങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീന് മോഡും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടിട്ട് അത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും, നമുക്ക് ഈ പറഞ്ഞ റിലേറ്റീവ് സ്ക്യൂനെസ് കിട്ടും എന്നുള്ളതാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ മീൻ മോഡ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് സ്ക്യൂനെസ് ആണെന്ന് നമുക്ക് അറിയാം. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് വാല്യൂ 0 ആയിട്ട് വന്നു നിൽക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, സിമ്മട്രിക്കലാണ്, രണ്ട് ഭാഗം ഈക്വൽ ആണ്. എന്നാൽ വാല്യൂ പോസിറ്റീവായിട്ട് വന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പോസിറ്റീവ്ലി സ്ക്യൂഡാണ്. ഇനി നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വാല്യൂ കിട്ടുന്നത് നെഗറ്റീവ്ലി സ്ക്യൂഡാണ്. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ക്ലോസ്ഡ് എൻഡ് ക്ലാസ് ആണെങ്കിൽ നിങ്ങൾക്ക് ആൾ പിയേഴ്സൻ്റെ മീൻ മൈനസ് മോഡ് ഡിവൈഡഡ് ബൈ എന്ത് കൊടുത്താൽ മതി, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന ഫോർമുല യൂസ് ചെയ്താൽ മതി. എന്നാൽ ഡിസ്ട്രിബ്യൂഷൻ ഓപ്പൺ എൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിന് ബൗളി ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. Q3 + Q1 - 2 മീഡിയൻ ബൈ Q3 - Q1. ഇതാണ് ഉപയോഗിക്കേണ്ടത്. പൊതുവെ പ്രോബ്ലത്തിൻ്റെ ഒരു അളവ് നമ്മുടെ ഈ ഒരു റിസർച്ച് മെത്തഡോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിൽ കുറവാണ്. തിയറി ബേസ്ഡ് ആയിട്ടാണ് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. സോ എല്ലാവരും വീഡിയോസ് കാണുക. എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്